ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വിശകലനത്തിലേക്ക് വലിയൊരു സ്വാഗതം. നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും ഒരല്പം റിലാക്സ് ചെയ്തിരുന്നോളൂ. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എന്നാൽ നമുക്കെല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. എന്താണെന്നല്ലേ? തകർക്കാൻ കഴിയാത്ത, അത്ര പെട്ടെന്നൊന്നും ആർക്കും ഇളക്കാൻ പറ്റാത്ത ഒരു അജേയമായ മനസ്സ് എങ്ങനെ നിർമ്മിച്ചെടുക്കാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു കപ്പ് കോഫിയും കുടിച്ച് സ്വസ്ഥമായി സംസാരിച്ചിരിക്കുവാണെന്ന് കരുതുക. അപ്പോൾ സ്വാഭാവികമായും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്: ഒരു മനസ്സിനെ യഥാർത്ഥത്തിൽ അജേയമാക്കുന്നതെന്താണ്? സത്യം പറയാലോ, പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മളെ വല്ലാതെ തളർത്താറില്ലേ? മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ തീരെ പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചടികൾ, ഇതൊക്കെ മതി നമ്മുടെ സമാധാനം കെടുത്താൻ. അപ്പോൾ ഈ ഒരു അവസ്ഥയെ മറികടന്ന് ഏത് കൊടുങ്കാറ്റ് വന്നാലും കുലുങ്ങാത്ത ഒരു മനസ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മളിന്ന് അന്വേഷിക്കുന്നത്. ശരി, അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ മനസ്സിനെ ഒരു വലിയ കെട്ടിടമായിട്ടൊന്ന് സങ്കല്പിക്കുക. ഈ കെട്ടിടം നമ്മൾ പ്രധാനമായും 5 ഘട്ടങ്ങളിലായാണ് നിർമ്മിച്ചെടുക്കുന്നത്. 1. തകർക്കാനാവാത്ത അടിത്തറ. 2. നിങ്ങളുടെ മാനസിക ഊർജം സംരക്ഷിക്കൽ. 3. ആന്തരിക കോട്ട കീഴടക്കൽ. 4. വിട്ടുനിൽക്കുന്നതിന്റെ ശക്തി. ഒടുവിലായി യഥാർത്ഥ മാനസിക കരുത്ത് എന്താണെന്നുള്ളൊരു വിശകലനം. അപ്പോൾ നമ്മുടെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം തുടങ്ങുകയാണ്. തകർക്കാനാവാത്ത അടിത്തറ, അതായത് സ്ട്രോങ് ആയൊരു അടിസ്ഥാനമൊരുക്കുന്നു. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. എടുത്തുചാട്ടമുള്ള മനസ്സുകളെ എളുപ്പത്തിൽ ഇളക്കാൻ കഴിയും. എത്ര വലിയ സത്യമാണല്ലേ? പലപ്പോഴും നമുക്കൊരു കാര്യമുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ നടക്കണം, അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഒരു എടുത്തുചാട്ടവും തിടുക്കവുമുണ്ടല്ലോ, അത് തുടക്കത്തിൽ തന്നെ നമ്മുടെ മാനസിക ഘടനയെ ഭയങ്കരമായി ദുർബലപ്പെടുത്തും. അതുകൊണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ അപ്പോൾ തന്നെ റിയാക്ട് ചെയ്യാതെ ഒരല്പം മാറി നിന്ന് ക്ഷമയോടെ ഒന്ന് ചിന്തിച്ചു പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഈ അടിത്തറ സ്ട്രോങ് ആയി തുടങ്ങും. ഇനി വേറൊരു കാര്യം നോക്കാം. ശരീരവും മനസ്സും എന്ന് പറയുന്നത് രണ്ടും രണ്ടല്ല, ശരിക്കും ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾ ശാരീരികമായി സ്ട്രോങ് ആയിരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിന് വലിയൊരു ക്ലാരിറ്റി നൽകും. അതുപോലെ തന്നെ നിരന്തരം പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഒരു അറിവുണ്ടല്ലോ, അത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുക മാത്രമല്ല, ആരും നമ്മളെ എളുപ്പത്തിൽ ചൂഷണം ചെയ്യാതിരിക്കാനുള്ള ശക്തമായൊരു കവചം കൂടിയായി മാറും. ഇനി നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. മാനസിക ഊർജം സംരക്ഷിക്കൽ, അതായത് നമ്മുടെ പ്രതിരോധ മതിലുകൾ പണിയുന്നു. അടിത്തറയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ പുറത്തുനിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണ്ടേ? അതിന് നമ്മൾ തീർച്ചയായും ഒഴിവാക്കേണ്ട കുറച്ചു കാര്യങ്ങളുണ്ട്. ഈ നെഗറ്റിവിറ്റി, വിഷലിപ്തമായ സ്വാധീനങ്ങൾ, പിന്നെ അനാവശ്യമായ ഇമോഷണൽ ഡ്രാമ, ഇതൊക്കെ നമ്മുടെ എനർജി വെറുതെ വറ്റിച്ചു കളയുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലും ഗോസിപ്പുകളിലുമൊക്കെ പോയി തലയിടുന്നത് നമ്മുടെ മാനസിക ശക്തിയെ വെറുതെ കളയാനേ ഉപകരിക്കൂ. അതുകൊണ്ട് വ്യക്തമായ ചില ബൗണ്ടറികൾ നമ്മൾ വെച്ചേ തീരൂ. ഈ ഒരു ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നമ്മൾ പഠിക്കണം. സത്യം പറയാമല്ലോ, ഈയൊരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. നിങ്ങൾ സമയം ചെലവഴിക്കുന്ന ആളുകൾ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നു. ഇത് അക്ഷരം പ്രതി ശരിയാണ്. അനാവശ്യമായ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി നിങ്ങളുടെ ഈ പ്രതിരോധ മതിലുകൾ ശക്തമാക്കണമെങ്കിൽ നല്ല പോസിറ്റീവായിട്ടുള്ള കരുത്തരായ ആളുകളുടെ കൂടെ സമയം ചെലവഴിക്കുക. കാരണം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രതിഫലനമായി മാറും. അപ്പോൾ നമ്മൾ നേരെ 3-ാം ഘട്ടത്തിലേക്ക് വരികയാണ്. ആന്തരിക കോട്ട കീഴടക്കൽ, അതായത് നമ്മുടെ ഉള്ളിലെ നിയന്ത്രണം. പുറത്തെ മതിലുകളൊക്കെ എത്ര സ്ട്രോങ് ആണെങ്കിലും ഉള്ളിലെ കോട്ടയിൽ സമാധാനമില്ലെങ്കിൽ പിന്നെന്ത് കാര്യം, അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വ്യത്യാസം ഇതാണ്: നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളും കഴിയാത്ത കാര്യങ്ങളും. നോക്കൂ, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നാളത്തെ കാലാവസ്ഥ എന്താണ്, കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. അതിനെക്കുറിച്ച് ചിന്തിച്ച് തല പുണ്ണാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. പക്ഷേ നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രയത്നം, നമ്മുടെ റിയാക്ഷൻ, ഇതൊക്കെ 100% നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സിനെ ഈ നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ ട്രെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ആന്തരിക ശക്തി കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഈ ആന്തരിക കോട്ടയുടെ സെക്യൂരിറ്റി സിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ: എല്ലാത്തിനെയും ചോദ്യം ചെയ്യുക. മറ്റുള്ളവരെന്തു പറഞ്ഞാലും അത് അതേപടി വിശ്വസിക്കാതെ നിങ്ങളുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു വിമർശനാത്മക ചിന്ത, അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടല്ലോ, അത് മറ്റുള്ളവരുടെ കൃത്രിമത്വങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും നിങ്ങളെ സേഫാക്കി നിർത്തും. ആർക്കും അത്ര എളുപ്പത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു കയറാൻ പറ്റില്ല. ശരി, ഇനി നമ്മുടെ 4ാമത്തെ നിർമ്മാണ ഘട്ടമാണ് വിട്ടുനിൽക്കുന്നതിന്റെ ശക്തി. അതായത് നമ്മുടെ കെട്ടിടത്തിന്റെ മേൽക്കൂര പണിയുന്നു. വിട്ടുനിൽക്കുക എന്ന് പറയുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് എവിടെയെങ്കിലും പോകുക എന്നല്ല കേട്ടോ അർത്ഥം. മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുക എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ശക്തമായ മനസ്സുകൾക്ക് മറ്റുള്ളവരുടെ അംഗീകാരം ആവശ്യമില്ല. കാരണം അവർ സ്വന്തം തീരുമാനങ്ങളെ വിശ്വസിക്കുന്നു. വളരെ പവർഫുള്ളായൊരു ചിന്തയാണിത്. മറ്റുള്ളവർ എന്തു പറയും, അവരെന്നെ അംഗീകരിക്കുമോ എന്ന് നമ്മൾ കാത്തുനിൽക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിന്റെ താക്കോൽ അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്.
ആ താക്കോൽ തിരികെ വാങ്ങി നിങ്ങളുടെ സ്വന്തം ഡിസിഷൻസിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്: എപ്പോഴും നിങ്ങളുടെ പ്രയത്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഫലത്തിലല്ല. ഇത് കേൾക്കാൻ വളരെ സിമ്പിളാണെങ്കിലും ഭയങ്കര ഡീപ്പായൊരു കൺസെപ്റ്റാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിലിടുന്ന എഫോർട്ട് പൂർണ്ണമായും നമ്മുടെ കൺട്രോളിലാണ്. പക്ഷേ റിസൾട്ടോ അത് വേറെ പല കാര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ലെങ്കിലും റിസൾട്ടിൽ നിന്നും ഈ ഒരു വിട്ടുനിൽക്കലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് തളരില്ല, നിങ്ങൾക്ക് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ നമ്മൾ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്: യഥാർത്ഥ മാനസിക കരുത്ത് വിശകലനം ചെയ്യൽ. അതായത് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ഈ ഒരു അനാലിസിസിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരൊറ്റ കാര്യമാണ്. യഥാർത്ഥ മാനസിക കരുത്ത് എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള വാലിഡേഷനും മറ്റുള്ളവരുടെ അംഗീകാരവുമൊക്കെ കാത്തുനിൽക്കുന്നതിൽ നിന്നും മാറി സ്വന്തം ഉള്ളിലെ ആന്തരിക നിയന്ത്രണം പൂർണ്ണമായും സ്വന്തമാക്കുക എന്നതാണ്. അതായത് തകർക്കാനാവാത്തൊരു മനസ്സെന്ന് പറയുന്നത് പുറം ലോകത്തോടൊപ്പോഴും പോരാടുന്നതിലല്ല, മറിച്ച് സ്വയം നിയന്ത്രിക്കാനും ആർക്കും കടന്നുകയറാൻ കഴിയാത്ത, ഇളക്കാൻ പറ്റാത്ത ഒരു ആന്തരിക വാസ്തുവിദ്യ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിർമ്മിച്ചെടുക്കാനും കഴിയുന്നതിലാണ്. അപ്പോൾ അവസാനമാണി നിങ്ങളെ ശരിക്കും ഒന്ന് ചിന്തിപ്പിക്കുന്നൊരു ചോദ്യം ചോദിച്ച് ഞാൻ ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം. നിങ്ങളുടെ മനസ്സിന്റെ ഏതു ഭാഗമാണ് നിങ്ങളിന്ന് ആദ്യം ശക്തിപ്പെടുത്താൻ പോകുന്നത്? അത് ആ തകർക്കാനാവാത്ത അടിത്തറയാണോ, അതോ നിങ്ങളുടെ പ്രതിരോധ മതിലുകളാണോ? ഈ ഒരു വിശകലനം നിങ്ങളുടെ ലൈഫിൽ വലിയൊരു പോസിറ്റീവ് മാറ്റത്തിന് കാരണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ, തീർച്ചയായും മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അപ്പോൾ ഇത്രയും നേരം ശ്രദ്ധയോടെ കേട്ടിരുന്നതിന് വലിയൊരു താങ്ക്സ്. നിങ്ങളുടെ മാനസിക കരുത്ത് പടിപടിയെ വളർത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. നമുക്ക് അടുത്ത തവണ വീണ്ടും കാണാം. ഗുഡ് ബൈ.